ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നറിയാനായിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 850 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു ചെറുനാരങ്ങയുടെ നീര് എല്ലാം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ചിക്കനിലൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിലൊരു സാധനം കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ട്, ഞാനത് വിട്ടുപോയതാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ നേരെ തന്നെ ഇട്ട് കൊടുക്കുക, മറന്നുപോയതുകൊണ്ടാണ്. എല്ലാം കൂടെ നല്ലപോലെ ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ അത് ചിക്കൻ നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ 850 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാട്ടോ ചിക്കൻ വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തോന്നുന്നു എന്താ ഈ ഒരു ചിക്കൻ 4 കാലിന്ന്. ഇതിങ്ങനെ ഒരു ബോക്സിൽ വരുന്നതാണ്. അതിൽ ലെഗ് പീസ്, തൈസ്, പിന്നെ വിങ്സും മാത്രമേ ഉള്ളൂ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നമുക്കിവിടെ ഇഷ്ടപ്പെട്ട പീസുകൾ മാത്രമാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. പിന്നെ ചിക്കൻ്റെ നെക്ക് പീസ്, അതുപോലെ നല്ല മീറ്റുള്ള പീസുകളൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, ചെസ്റ്റ് പീസ് ഒന്നും ഇതിലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബോക്സ് ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ചിക്കനൊക്കെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നാൽ മതി. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇപ്പോൾ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. നമുക്കിനിയിപ്പോൾ ഈ ഒരു പാനിൽ നിന്ന് മാറ്റണം. ഇനി ഈ ചിക്കൻ ഈ ഒരു വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഞാൻ ഇതേ ഓയിലേക്ക് തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൽ ഓയിൽ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചെടുത്ത് മാറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ചെറിയ സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് കുക്കായിട്ട് വരണം, അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്കൊരു 3-4 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ്. തൊണ്ടൊന്നും കളഞ്ഞിട്ടില്ല, കഴുകിയെടുത്തതിന് ശേഷം തൊണ്ടോടെ തന്നെ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ ഒരു പകുതി തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വരണം. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോയാ സോസിൻ്റെ ഒരു ഉപ്പ് ഉണ്ടായിരിക്കും, എന്നാലും കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ പീസസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ചിക്കനും ആ ഗ്രേവിയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചിക്കനും ഈ ഗ്രേവിയും ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. ഇതിരിക്കും തോറും നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കുറച്ച് സമയം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടെ വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കതുപോലെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.